YouTube channel. It's me, your passionate dancer, Amrita Ambika. So, നമുക്ക് ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ മാത്രമേ എപ്പോഴും എൻ്റെ വ്ളോഗിൽ ഭയങ്കര ബോറടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വ്യക്തികളെ വേറെ ഒന്നുമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ഇപ്പോൾ റീച്ച് കയറിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഒരു ഇൻ്റർവ്യൂയിലേക്കാണ് ഞാൻ ഇന്ന് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അറ്റയർ കണ്ടാൽ തന്നെ അറിയാം, നമുക്കിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം തന്നെ ആദ്യം തന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തരംഗങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. വേറെ ആരുമല്ല, ഒന്ന് നമ്മുടെ മിമിക്രി, പാട്ട്, ഡാൻസ്, പറയുന്ന ഡബിൾ വോയിസ്, ഇതൊക്കെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ കൂടെ വന്ന് നമ്മൾ സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രുതി സുന്ദർ. സോ ശ്രുതി സുന്ദറിനെയും അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ, ബീറ്റ് ബോക്സർ താരമായിട്ട് നാഷണൽ വിന്നറും കൂടെ ആയിട്ടുള്ള നമ്മുടെ കുക്കുവും കൂടെയാണ്. സോ പ്ലീസ് ലെറ്റ് ദം വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നത് ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഓണം ഒക്കെ? എങ്ങനെയാ, നമ്മൾ ഇതുപോലൊക്കെ വൈബ് തന്നെയാണോ? തുടങ്ങിയോ ഓണം? കുഴപ്പമില്ല, ആയി വരുന്നല്ലേ ഉള്ളൂ ഓണം. ഓക്കെ, കുക്കു കൊല്ലത്തുനിന്നല്ലേ വരുന്നത്. സോ കൊല്ലത്ത് എങ്ങനെയാണ് ഓണത്തിനെ കുറിച്ച് കാഴ്ചപ്പാടുകൾ? കൊല്ലത്ത് നമ്മള് സാധാരണ പോലെ തന്നെ, പക്ഷെ പണ്ടത്തെ അത്രയും ഉള്ളൊരു വൈബ് ഇപ്പം ഓണങ്ങൾക്ക് ഇല്ല. ഓണം ആവുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പരിപാടികളുടെ ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും, അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരംകാരിയാണ് നമ്മുടെ ശ്രുതി സുന്ദർ. സോ എന്താ പറയാനുള്ള ശ്രുതി സുന്ദർ? ശ്രുതി ഒരു കഴക്കൂട്ടംകാരിയാണ്, നൈബേഴ്സ് ആണ്. എന്താണ് കഴക്കൂട്ടത്താണ്. നമ്മള് ഓണം എന്ന് പറയുമ്പോ വീട്ടില് നമ്മള് ഒരുമിച്ച് കറിയൊക്കെ ഉണ്ടാക്കി, അമ്മ, അച്ഛൻ, ഞാൻ, അനിയത്തി കുക്കിംഗ് ഒക്കെ ചെയ്യും. സഹായിക്കും, ചെറുതായിട്ടൊക്കെ അറിയാം, പഠിച്ചു വരുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക. അതാണ് നമ്മുടെ ഒരു കുഞ്ഞു ഓണം എന്ന് പറയുന്നത്. വലിയ പരിപാടികളൊന്നും ഇല്ല. എനിക്കതൊരു കുഞ്ഞോണം അല്ല, ഇപ്പോഴത്തെ വീടുകളിലൊന്നും നമ്മൾ കണ്ടുവരാത്തതായ ഒരു ഓണമാണ് ഈ പറയുന്ന ഫാമിലി ഓണം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് നല്ലൊരു ഓണം തന്നെയാണ്. കുക്കുവിനും ഇങ്ങനെയൊക്കെ തന്നെ കുക്കു പാചകമൊക്കെ ചെയ്യും. അതോ ബീറ്റ് ബോക്സിങ്? ഒന്നും പറയണ്ട, അമ്മേനെ ഇപ്പൊ വീട്ടിൽ ഇരുത്തുന്നില്ല എന്നുള്ളതാണ് ശരിക്കും. തവി, സ്പൂണ്, അമ്മയുടെ തവി, സ്പൂണ്, കലം, ചട്ടി, ഇതൊക്കെയാണ് അവൻ ഇപ്പൊ പുതിയതായിട്ടല്ലേ എല്ലാരും തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് അവരുടെ ആ ഒരു നിങ്ങൾ കൊളാബ് ചെയ്തപ്പോഴും ഞാൻ കണ്ടായിരുന്നു. ഒരു 4 ഫ്രെയിമില് നമ്മുടെ കുക്കുവും ഒറ്റ ഫ്രെയിമില് നമ്മുടെ ശ്രുതി ആയിരുന്നു. അതില് ശ്രുതി പാട്ട് പാടുന്നെങ്കിലും ബാക്കി ഫുള്ള് കോറസ്. ഒരു തവിയല്ല, 2 തവിയല്ല, ഫുള്ള്. നമുക്ക് ഈ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആക്ച്വലി റീൽസ് ഒക്കെ തന്നെ, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമുക്ക് മുമ്പ്, അല്ലെ? ടിക്ടോക്ക്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമില് നമ്മുടെ കുക്കു എങ്ങനെ ഉണ്ടായിരുന്നു? കുക്കു ടിക്ടോക്കർ ആയിരുന്നു? ഞാൻ അങ്ങനെ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു, പക്ഷെ ഇതേപോലെ ബീറ്റ് ബോക്സിങ് മിമിക്രി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എന്റെ റീലൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ശൂരപ്പടിയുടെ ചെമ്പട കുട്ടിക്കോലത്തുള്ള യേശു, അതേപോലത്തെ സാധനമൊക്കെ. എനിക്കുണ്ടായിരുന്നു, ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്കില് ഞാൻ ഇങ്ങനെ അല്ലാത്ത ഇപ്പം പറഞ്ഞ പോലത്തെ റീലും അങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ട് പിന്നെയാണ് എന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പാട്ട് പിന്നെ മിമിക്രി പോലുള്ളത് തുടങ്ങിയത്. അങ്ങനെ അപ്പൊ അങ്ങനെ ആക്ച്വലി നിങ്ങൾക്ക് ഈ കൊറോണയുടെ ടൈമില് നിങ്ങൾ കിട്ടിയ ആ ഒരു എന്താ പറയാ, ലോക്ക്ഡൌൺ ടൈമിലാണ് നിങ്ങൾ അതെ യൂസ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് റീച്ചായി കഷ്ടപ്പെട്ട് വന്നപ്പോഴാണ് അത് ബാൻ ചെയ്ത് കളഞ്ഞത്. ടിക്ടോക്ക് ബാൻ ചെയ്ത് ടിക്ടോക്കിനെക്കാളും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ. പക്ഷെ പിന്നീട് എടുത്തില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. അത് ഞാൻ അറിഞ്ഞു. ഇതിന് മുന്നേ ഞാനൊരു ഇത് കണ്ടിരുന്നു. എന്താ, ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഒക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് നെഞ്ചിൽ വേദന വന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര റീച്ചും ഇല്ലായിരുന്നു. അതെ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു റീച്ചും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, നിർത്തുവാണെന്നും പറഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് ഏതോ ഒരു വീഡിയോ റീച്ച് ആയത്. അത് ഞാൻ ഡബിൾ വോയിസിൽ പാടിയ ഒരു വീഡിയോ ആണ് കയറി അങ്ങ് റീച്ച് ആയത്. അപ്പം നമ്മുടെ കുക്കു എങ്ങനെയായിരുന്നു? ഏതൊരു ഘട്ടത്തിലാണ് ഇനി എനിക്ക് വൈറൽ ആവണം അല്ലെങ്കിൽ റീച്ച് കയറണം, ഇങ്ങനെ ഇൻസ്റ്റാ ഇതായി? എനിക്കങ്ങനെ വൈറലാവണം, റീച്ച് കയറണമെന്നൊന്നുമല്ല. നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ 4 ആൾ അറിയണം എന്നുള്ള ഒരു ഇത് വെച്ച് മാത്രം ചെയ്തതാ. എല്ലാവർക്കും വേണ്ട ഒരു ഫെയിമാണ്. സോ എല്ലാവരും എല്ലാവരും ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബ ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളെ വിളിച്ചു, നമുക്ക് ഇതൊക്കെ ആക്ച്വലി ഫെയിം കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് എത്തി തുടങ്ങി.
ശ്രുതിക്ക് അറിയാം ചേച്ചിക്ക് ഓൾറെഡി എത്തി. കുക്കു നീ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ചെയ്തൊരു കൊളാബും ചേച്ചിയായിട്ടാ ചെയ്തതും പിന്നെ ഇപ്പൊ അമ്മയുടെ കൂടെ ഒരു രാമരാമൊക്കെ ചെയ്തു. ഞാൻ ചോദിക്കാൻ വന്നത് ഫസ്റ്റ് റീച്ച് കയറിയപ്പം പറഞ്ഞു അമ്മയായിട്ട് എന്തോ ഞാൻ കണ്ടായിരുന്നു ഒരു രാമ 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 എന്ന് പറഞ്ഞു. പാവം അമ്മ വൈകിട്ട് നേരത്ത് രാമ 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 എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ടൈം അത് അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ പാടിക്കോ ഞാനിങ്ങനെ സൈഡിൽ വരും. ഇല്ല ഇത് മറ്റേ ഈ കർക്കിടക മാസം ഇത് ഇങ്ങനെ ചെയ്യുമല്ലോ രാമരാമ പാടും കർക്കിടകമല്ലേ ഓക്കെ അന്നേരം അപ്പൊ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഈ കുളിച്ചിട്ട് വരുന്ന സമയത്ത് അമ്മ ഇരുന്ന് ഇങ്ങനെ രാമരാമ ജപിക്കുന്നത് കേൾക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എല്ലാ ദിവസവും ഞാൻ ഈ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ ഈ ജപിക്കുകയും ഞാൻ റൂമിലോട്ട് പോകുമ്പോ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പോകും. അപ്പൊ അമ്മ എന്നും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോഴത്തേക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഇത് തീരുന്ന ദിവസം കണ്ടായിരുന്നു തോന്നുന്നു. ഐ മീൻ അപ്പോഴെങ്ങാണ്ടായിരുന്നു. അപ്പം അമ്മ ഈ ജപിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ ചെയ്യുന്നതല്ലേ ഇതൊരു സ്റ്റോറി ഇടാന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം അത് അപ്പം തന്നെ എടുത്ത വീഡിയോ. ആക്ച്വലി അവൻ ബീറ്റ് ബോക്സ് ചെയ്യുന്നതോടൊപ്പം ലാസ്റ്റ് അമ്മയുടെ ഒരു ഡയലോഗ് അല്ലേ അല്ലെ അങ്ങനെ ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചതിൽ എനിക്ക് തോന്നിയതാണ് ഇഷ്ടംപോലെ കമന്റ്സ് വന്നു. ഒരുപാട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്. അതല്ലാതെ അതിലൊരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ പരലോകത്തിരിക്കുന്നത് അത് വെച്ച് ആരോ റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് എന്തോ പരലോകത്തെ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നല്ല വൈബുണ്ട് എന്ന് പറഞ്ഞു. അത് കുറെ പേര് റീപോസ്റ്റ് ചെയ്തായിരുന്നു ആ വീഡിയോസ് എടുത്തിട്ട്. ആ കമന്റ്സ് എടുത്ത ആ വീഡിയോ കുറെ റീപോസ്റ്റ് പോയി. നല്ല വ്യൂസ് അതൊക്കെ 2 മില്യൺ 2.5 മില്യൺ ഒക്കെ വീഡിയോയെക്കാളും റീച്ച് കയറിയത് മറ്റുള്ളവരത് റീപോസ്റ്റ് ചെയ്തതാണ്. വിഷമൊന്നുമില്ല അങ്ങനെങ്കിലും നാലാൾ അറിയുന്നില്ല. ഫെയിം ആയാൽ മതി എന്നില്ല അങ്ങനെയല്ലേ അറിയുന്നുണ്ടല്ലോ അത്ര. ഫെയിം ആവാനാണ് നമുക്ക് എന്തും വേണേ ചെയ്തിടാലോ. എന്ത് വേണമെങ്കിലും ചെയ്തിടാം. എങ്ങനെയുള്ള കണ്ടന്റ്സ് ചെയ്തിടാലും ഫെയിം ആവും. ശരി അപ്പം നമ്മുടെ ശ്രുതിക്ക് ഏതായിരുന്നു ഫസ്റ്റ് വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത്? ഫസ്റ്റ് റീച്ച് കുറച്ച് കിട്ടി തുടങ്ങിയത് മറ്റേ ഞാൻ ഡബിൾ വോയിസിൽ പാടിയ വിജയിന്റെ ഒരു പാട്ടായിരുന്നു. ഉദിത് നാരായണന്റെ ഒരു പാട്ട്. അത് ഞാൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചുമ്മാ പാടി. ലാസ്റ്റ് ആയിട്ട് അവസാനം ഇട്ടി ഇതങ്ങനെ കളയുവാന്നുള്ള രീതിയിൽ ചെയ്തിട്ടിട്ട് ഞാൻ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങിപ്പോയി. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞതോ ഇത് റീച്ച് കയറുന്നുണ്ട് കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോ ശരിയാ. അപ്പൊ പിന്നെ എനിക്ക് വീണ്ടും എന്നാ പിന്നെ ബാക്കിയും കൂടെ ചെയ്താലോ എന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല റീച്ച് ആയതാണ് രാര എന്ന് പറഞ്ഞ പാട്ടില്ലേ. അത് ഞാൻ ഡബിൾ വോയിസിൽ പാടിയത് ചന്ദ്രമുഖിയിലെ പാട്ട്. അതാണ് നല്ല റീച്ച് കയറിയത്. അതിനുശേഷം ഇപ്പൊ അതിനെക്കാട്ടിലും കൂടുതൽ റീച്ച് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കായി കായി എന്ന് പറഞ്ഞ പാട്ട് പാടിയത്. ഞാൻ അത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ആ ഒരു ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത് ആക്ച്വലി ഇൻസ്റ്റയിലെക്കാളും യൂട്യൂബിൽ ഞാനിപ്പോ എപ്പോ സ്ക്രോൾ ചെയ്താലും ഞാൻ പാലിക്കുന്നത് ശ്രുതിയല്ലേ ഇത് പാടിയത്. അതെനിക്ക് നല്ല സങ്കടം വന്നായിരുന്നു. എന്റെ വോയിസ് എടുത്തിട്ട് എനിക്കൊരു ക്രെഡിറ്റ് പോലും തരാതെ ആ വോയിസ് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കൊച്ചു ചെയ്തതാ. അങ്ങനെ അവരെനിക്ക് ഒരിടത്ത് പോലും എനിക്കൊരു ക്രെഡിറ്റ് തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അത് വേറെ ആൾക്കാർ ചെയ്ത് അങ്ങനെ അത് നല്ല യൂട്യൂബിൽ ഫുള്ള് വൈറലായി. അതിന്റെ ഉടമ ഇപ്പൊ ഞാനിവിടെ ബസ്സിലിരിക്കുമ്പോ തന്നെ അടുത്ത ഒരാൾ പ്ലേ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഞാനായിരിക്കൂല. അപ്പൊ എനിക്ക് കാണുമ്പോ സങ്കടം വരും. അതിന്റെ ഒറിജിനൽ വോയിസ് വേറെ യൂസ് ഞാൻ എന്റെ പാട്ട് എടുത്തിട്ട് അത് എനിക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം. ആ ഒരു രീതിയിൽ അവരത് യൂസ് ചെയ്ത് ഒരിടത്ത് പോലും എന്റെ പേര് പോലും മെൻഷൻ ചെയ്യാതെ അവരത് യൂസ് ചെയ്ത് അവർക്ക് നല്ല റീച്ചും കിട്ടി. അത് യൂസ് ചെയ്ത ആൾക്കാർക്ക് നല്ല റീച്ചും ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നതായിട്ട് കണ്ടു. ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടതിന് കിട്ടിയില്ല എന്റെ യൂട്യൂബില്. കാണിക്കാൻ പ്രഷർ ഒന്ന് ഉറപ്പിക്കട്ടെ ഇതാണ് നമ്മുടെ ശ്രുതി സുന്ദറിന്റെ ആണ് ഒറിജിനൽ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് പാടി നോക്കിയാലോ? എന്നാരും കളിയാക്കല്ലേ കേട്ടോ. ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാൻ ആയിരത്തിൽ ഒരുവനായി ഞാൻ നികത്തി ചേർതെന്ന് കരകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ക്രെഡിറ്റ്സ് സത്യം പറഞ്ഞ എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ ശ്രുതിയെടുത്ത് പറഞ്ഞു ശ്രുതിയുടെ വോയിസ് അല്ലേ, ബട്ട് ശ്രുതിക്കല്ലല്ലോ അതിന്റെ ആ ഒരു ഇത് കാണുന്നില്ല. കാരണം ശ്രുതിയുടെ വോയിസ് ആയിട്ടല്ല അത് കേൾക്കുന്നത്, വേറെ ആരുടെയോ വോയിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ശരിക്കും പറഞ്ഞു എനിക്ക് വിഷമമുണ്ട്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു സാരല്ല ഇനിയിപ്പം ആന്റെ വോയിസ് എങ്കിലും അങ്ങനെ കേറുന്നെങ്കിൽ കേറട്ടെ. അതിന്റെ ഒറിജിനൽ ഓട്ടോമ എന്ന് പറയുന്നത് ശ്രുതി സുന്ദറാണ്. സോ ഇങ്ങനെയൊക്കെ നമ്മളെ ഈ പറയുന്ന റീച്ചും കാര്യങ്ങളും നിങ്ങൾ ഈ പറയുന്ന റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക? എത്രമാത്രം സപ്പോർട്ട് ഉണ്ടോ? അതോ ഇതൊക്കെ ഇപ്പൊ ചിലവരൊക്കെ പറയുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലേടാ വല്ല ജോലിക്കും പോയിക്കൂടെ ഇല്ലേ കൊക്കു
അത് നേരിടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നേരിടുന്നില്ല. എനിക്ക് വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. തുടക്ക സമയത്തിന് അറിഞ്ഞൂടല്ലോ ഞാൻ എന്താ ഈ വാവച്ച് ഇവ എന്താ ഈ വാവച്ച് കാണിക്കുന്നത് അവർക്ക് അറിഞ്ഞൂടാ. വാവച്ച് കാണിക്കുന്നത് എന്താന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെയാണ് ഇത് ഇങ്ങനെ ഞാൻ കലോത്സവത്തിനും അങ്ങനെയൊക്കെ പോയി, അങ്ങനെ എല്ലാവർക്കും അറിയാം. അപ്പൊ സപ്പോർട്ടൊക്കെ വീട്ടിൽ നിന്നുള്ള അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും സപ്പോർട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഏജ് കൂടി വരുമ്പം അവർക്ക് ആ ജോലി വാങ്ങുന്നതിന്റെ ആ ഒരു അതിലോട്ട് അപ്പൊ ടെൻഷനുണ്ട്. ഇപ്പം പണ്ടത്തേനെ പോലെ അത്ര സപ്പോർട്ടല്ല. പിന്നെ ഇങ്ങനെ ജോലി വാങ്ങിയിട്ട് നീ എന്ത് ഇഷ്ടമുള്ളത് വേണമെങ്കിലും ചെയ്തോളൂ ആ ഒരു രീതിയിൽ പറയുവാണ്. എന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ല. എനിക്ക് പ്രോബ്ലം ഉണ്ട്. അച്ഛനാണ് കൂടെ വന്നത്. എനിക്ക് പ്രോബ്ലം ഉണ്ട്. വിഷമം വേറൊന്നും കൊണ്ടല്ല. ഞാൻ കുഞ്ഞുനാൾ മുതലേ പഠിത്തമായാലും ഈ ഒരു കലാപരമായിട്ടുള്ള കഴിവായാലും ഞാൻ ഒരുപോലെ കൊണ്ടുപോകാൻ, അതില്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് അതും കൂടെ വേണം. അപ്പം അത് മറ്റൊന്നിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സഫോക്കേഷൻ ആയിരിക്കും. എനിക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഒന്നിന് വേണ്ടിയിട്ട് മറ്റൊന്നിനെ തള്ളിക്കളയാൻ എനിക്കൊരു താല്പര്യക്കുറവ്. അത് ബാക്കിയുള്ളവർക്ക് ആ ഫീലിങ്സ് മനസ്സിലാവില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യണം. ഒരു മാട്രിമോണി പരസ്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ കൊടുക്കാം കേട്ടോ. വരുമ്പോ നല്ല താല്പര്യമുള്ള കുട്ടി തന്നെ ആയിരിക്കണം അല്ലെ ഇതിനുള്ള. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതുപോലെ ഈ റീൽസ്, ഈ പറയുന്ന റീൽസും കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനെ നെഗറ്റീവ് അടിക്കാനും കുറെ പേരുണ്ട് അല്ലെ. കമന്റ്സിലൊക്കെ കാണുകയാണെങ്കിൽ കുറെ പേര് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ കമന്റ്സ് ഒക്കെ അധികമൊന്നും നമുക്കൊന്നും അതിൽ വരുന്നില്ല. നിങ്ങളുടെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ റിയാക്ട് ചെയ്ത് കണ്ടുവന്നതാണ് ഞാൻ ശ്രുതി കുറെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടൊരു ഇതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? എനിക്കാണെങ്കിൽ ഇപ്പൊ ഇട്ട 1-2 വീഡിയോസിലേ ഉള്ളു അത്യാവശ്യം വൈറലായതും കുറച്ച് നെഗറ്റീവ്സ് വന്നത്. ഞാനാണെങ്കിലും പിന്നെ നെഗറ്റീവ് നോക്കാറില്ല. ശ്രുതി ചേച്ചിയാണ് എല്ലാത്തിനും കമന്റ് എടുത്ത് റിപ്ലൈ കൊടുക്കുന്നതാണ്. ഞാൻ ഒന്നിനും അങ്ങനെ അധികം ഞാൻ ശ്രദ്ധിക്കാറില്ല, അത്രേ ഉള്ളു. ഞാൻ കൂടുതലും വേണ്ടാന്നാണ് പറയുന്നത്. കാരണം നമ്മളെന്തിനാണ് വെറുതെ ഇവർക്ക് പോയിട്ട്, അവർ ഓൾറെഡി ചിലപ്പം ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നൊക്കെ ആയിരിക്കും ഇടുന്നത്. നമ്മളിനി പോയി അതിന്റെ താഴെ കമന്റ് ഇട്ടിട്ട് വെറുതെ ട്രിഗർ ആവും. നമ്മളെന്തിനാണ് നമ്മളെ മൈൻഡ് വെറുതെ കളയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം എന്റെ വീഡിയോ കുറെ പേര് റീപോസ്റ്റ് ചെയ്തു. അതൊക്കെ നല്ല എന്നെ കാട്ടി 2.5 മില്യൺ ഒക്കെ പോയായിരുന്നു. അപ്പൊ അതില് കുറെ നെഗറ്റീവ് വന്നത് ഞാൻ കണ്ട്. അപ്പൊ ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാനിങ്ങനെ നമ്മള് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കും ഈ കമന്റ്സ് വായിക്കുമ്പോൾ ഇവര് നല്ല നെഗറ്റീവ് ഇട്ടേക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ഇവരെന്താണ് ഇങ്ങനെ ഇട്ടത്, ഇനിയും നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം. അല്ല ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ അതൊക്കെയുടെ തലവെക്കാൻ നിന്ന അതിനുള്ള സമയം. പക്ഷെ എന്താ ശ്രുതിയുടെ മുന്നത്തെ ഞാൻ ഇന്റർവ്യൂല് നോക്കിയപ്പോൾ ശ്രുതി അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ മറുപടി കൊടുത്ത് ശീലം. അങ്ങനെ കൊടുക്കാൻ അത് ശരിയാ. ഞാനിപ്പൊ നന്നായി വരുന്നുണ്ട്. നന്നായി എനിക്ക് തുടക്കം ഇങ്ങനെ ഒന്നും ശീലമില്ലായിരുന്നു. എന്നെ ആരും ഇങ്ങനെ ചീപ്പോ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എനിക്കത് പറയണം, ഞാൻ അങ്ങനെ അല്ലല്ലോ, എനിക്ക് തെളിയിക്കണം, എനിക്ക് എവിഡൻസസ് നിരത്തണം, ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ എനിക്ക് സമയമില്ല. പിന്നെ ഞാനും വിചാരിച്ചു, എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു എന്തിനു വെറുതെ ഇതിന് സമയം കളയുന്നത്, അതിനേക്കാളും നല്ലൊരു സാധനം വീണ്ടും ഇടുമ്പോൾ അത് നെഗറ്റീവ്സ് നല്ലതാണ്. എനിക്ക് പിന്നെ മനസ്സിലായി നെഗറ്റീവ് ഏതിനാണോ കൂടുതൽ ആ വീഡിയോ ആണ് റീച്ച് കയറി പോകുന്നത്. ആ ട്രിക്ക് ഞാൻ മനസ്സിലാക്കിയ പിന്നെ അങ്ങ് പറഞ്ഞോട്ടെ, നെഗറ്റീവിനുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കും. ആ ഒരു രീതിയിൽ ഇപ്പൊ എടുത്ത് അതെ ഞാൻ പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പഠിച്ചു. അതെ അതെ വന്നോട്ടെ. അതെ എനിക്ക് പിന്നെ ഈ ഞാൻ ബീറ്റ് ബോക്സ് ചെയ്ത് തുടങ്ങിയ സമയത്ത് കൂട്ടുകാരാണെങ്കിലും എല്ലാവരും എന്താണ് ഈ തുപ്പല് തെറിപ്പിക്കുന്നത് എന്നൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ച് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത് തന്നെ കേട്ട് വന്നത്. ഇപ്പോഴും കമന്റ്സിൽ അതൊക്കെ വരുന്നു. നമ്മളിപ്പോ ഇതിനായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ കുക്കു ബീറ്റ് ബോക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് അവന്റെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടു തുടങ്ങിയില്ല അല്ലെ. ജസ്റ്റ് നമുക്ക് ഒരു രണ്ട് എന്തെങ്കിലും ഈ പറഞ്ഞ അമ്മയുടെ ആ ഒരു ഇത് അമ്മയുടെ ബാക്കിൽ പറഞ്ഞിട്ടില്ലേ, രാമായണത്തിന്റെ ബാക്കിൽ ചെയ്തില്ല. ഞാൻ റാൻഡം ആയിട്ട് ഒരെണ്ണം ചെയ്യാൻ റാൻഡമായിട്ട്. പക്ഷെ അമ്മ ഇവിടെ ഇല്ലല്ലേ. ഓക്കെ, അമ്മയുടെ ആ ഒരു രാമായണം ചെയ്യണ്ട, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രഷർക്ക് കേൾക്കാൻ പറ്റുന്നു കിട്ടുമെന്ന് അറിഞ്ഞൂടെ നോക്കാം. അമ്മേ ശ്വാസം പോയി.
ചത്തി ചത്തി ചത്തി. Actually അവന് ശ്വാസം മുട്ടുന്നത് പനിയുള്ളത് കൊണ്ടാണ് അതെ. അല്ലേ? ഫസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ഇതല്ലാതെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്തായിരുന്നു കുക്കു? എന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് പറയാനാണ് ഞാൻ കലോത്സവങ്ങളാണ് ആദ്യത്തെ അച്ചീവ്മെന്റ്. അതിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ വർഷത്തെ നാഷണൽ ലെവലിൽ എനിക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ് ആവാൻ പറ്റി. അത് അമൃത ചേച്ചിക്ക് അറിയാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നാഷണലിൽ പോയി പങ്കെടുത്തത്. എന്റെ ഐറ്റം ഫോക്ക് ഓർക്കസ്ട്ര ആയിരുന്നു, മിമിക്രി വന്നിട്ട് മിമിക്രി ആയിരുന്നു. സോ മിമിക്രിക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ് അടിച്ചിരിക്കുകയാണ്, പഞ്ചാബിൽ വെച്ചായിരുന്നു അല്ലേ? അത് അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മുടെ ശ്രുതിക്ക് എന്തായിരുന്നു അച്ചീവ്മെന്റ്, ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്നത്? ഞാൻ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണ്? കലാപരമായിട്ടുള്ള ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂൾ കലോത്സവത്തിൽ ഞാൻ സ്റ്റേറ്റ് വരെ പോയി പങ്കെടുത്തു, ഗ്രേഡ് നേടി വന്നു എന്നുള്ളതാണ്. അതെന്റെ സ്കൂളിലെ തന്നെ ആദ്യമായിട്ട് പോകുന്ന ഒരു എവർ റോളിംഗ് ട്രോഫി ഒക്കെ ഞാനായിട്ട് മേടിച്ചു കൊടുത്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് ചാനലിൽ പങ്കെടുക്കണം എന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കോമഡി ഉത്സവം പോലുള്ള പ്രോഗ്രാം വന്നപ്പോൾ എങ്ങനെ അതിൽ പോകണം എന്ന് പോലും എനിക്ക് അറിയാത്ത സാഹചര്യത്തിൽ ഞാൻ കുറെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്ന കുറെ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും നോക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ ഇതുപോലുള്ള വീഡിയോ റീലൊക്കെ ചെയ്തിട്ട് അത് കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി. അതും എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. അപ്പം എനിക്ക് ആഗ്രഹിച്ചതൊക്കെ ഞാൻ നേടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കോമഡി ഉത്സവത്തിലെ ഒരു വ്യക്തി, അത് ഏത് വർഷത്തിലായിരുന്നു കോമഡി ഉത്സവത്തിന്? ഞാൻ 2019 അത് പോകുന്നത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു അസിൻ നമ്മുടെ ഫീമെയിൽ വോയിസുകൾ കുറച്ച് ചെയ്യും അല്ലെ? ഒന്ന് രണ്ട് ഫീമെയിൽ വോയിസ് ഒന്ന് ചെയ്യാം. അതെ, എന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഭാവനയാണ്. അതിൽ നിന്ന് തന്നെ തുടങ്ങും. ഭാവന. ഞാൻ ആദ്യമായിട്ട് അമിച്ച കമൽസാന്റെ പടത്തിന് പോയ ടെൻഷനാണ് കേട്ടോ. അയ്യോ പുതിയ പടം കമൽസാന്റെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് സബാന നിനക്ക് ഇഷ്ടമാണോ എന്തോ നിന്റെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ എന്തൊരു സ്പാർക്കുള്ള പോലെ. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. താങ്ക് യു. കൊള്ളായിരുന്നല്ലേ? താങ്ക് യു. ഭാവന അല്ലാതെ അമലാപ്പോൾ ഞാൻ ആരും എടുക്കാത്ത വോയിസസ് നോക്ക്. കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ ഒരു കൈഡി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. മിസ്റ്റർ ഐമനം അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആള് എന്നെ പ്രപ്പോസ് ചെയ്തു. സോ ഹാപ്പി ഓണം. കിട്ടിക്കോട്ടെ, എല്ലാരും ഹാപ്പി ഓണം പറയട്ടെ. முதல்ல அவன பாம்பே போட்டு தான் பார்த்தேன். ஹாய் அப்படின்னா நானும் ஹாய் அப்படின்னேன். வெயிட் பண்ண எல்லாம் உனக்கு ஏத்த மாதிரி ஏதாச்சும் சாதாரண பொண்ணு பார்த்து லவ் பண்ணிக்கோ. தேங்க்யூ. ഗജനിയില. കുക്കും ശ്രുതിയും കൂടെ തമ്മില് എന്തെങ്കിലും ഒരു കൊളാബറേഷൻ? നിങ്ങൾ ഒരുപാട് കൊളാബറേഷൻ തവിയും കാര്യങ്ങളും, ഇവിടെ തവിയൊന്നും ഇല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും? നമുക്ക് രണ്ടുപേർക്ക് തൊണ്ട മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ഉള്ളത് എന്താണോ അത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ വീണ്ടും ഹാപ്പി ഓണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും രണ്ടുപേരുടെ കൊളാബറേഷൻ? சுற்றும் விழி சுடரே சுற்றும் விழி சுடரே என் உலகம் உன்னை சுற்றுதே சற்றை பையில் உன் பாதம் தொட்டு தொட்டு உரச என் இதயம் பற்றிக் கொள்ளுதே உன் விழியில் பறந்தேன் உன் விழியில் பறந்தேன் கண் விழித்து சொப்பனம் கண்டேன் உன்னாலே கண் விழித்து சொப்பனம் കണ്ടേൻ. ആക്ച്വലി നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നോ? ഇപ്പൊ ഓൺ ദ സ്പോട്ടിലാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ മാത്രം മല്ലല്ല. സോ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി സിബ്ലിങ്സ് ഉണ്ടല്ലോ അല്ലെ? എനിക്കുണ്ട്. എനിക്ക് ഒരെണ്ണേ ഉള്ളൂ, ഒരു അനിയത്തി. അത് മതി. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒരു കുഞ്ഞു കുരുപ്പാണ്. നല്ലല്ലേ? എന്റെ കൊച്ചാ അത്. ഇപ്പൊ അവളുടെ കൊച്ച് ഞാനാ. വളർന്നപ്പം എന്നെക്കാളും മെച്ചൂരിറ്റി അവക്ക്. ഇപ്പൊ അവൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ പറയുന്ന അനിയത്തിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ? അവള് ഇവന്റെ കൂട്ടാ ബീറ്റ് ബോക്സിങ് ചെയ്യും. പക്ഷെ ഞാൻ രംഗത്ത് ഇറക്കിയിട്ടില്ല. അവൾ എനിക്കൊരു ഭീഷണിയാവും എന്ന് പറഞ്ഞ് അങ്ങനല്ലോ, ചുമ്മാ കുറച്ചു നാളെ കഴിഞ്ഞിട്ട്. അതെ ഭീഷണിയാവും അതും പറഞ്ഞു. അവക്ക് ഇങ്ങനെ ഫെയിം ഇഷ്ടമല്ല. അത് വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അവക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ. എന്നാലും എന്റെ വീഡിയോസിന്റെ പുറകെ കൂടെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന കാണാൻ പറ്റും. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റും. അല്ലാണ്ട് വിളിച്ചാൽ അവൾക്ക് ചെയ്യാനൊരു മടിയാണ്. രംഗത്തോട്ട് ഇറക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ ഞാനേ ഇങ്ങനെ ആയി പോയതിൽ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇനി അതും കൂടെ ഇങ്ങനെ ആയി പോകുന്നുള്ളതിൽ
പഠിത്തത്തിന്റെ ഒരു ഇതിലേ കുഴപ്പമില്ല. അവർക്ക് ഒരു അതിപ്പോ ഏത് പാരന്റ് ആയാലും പ്രൊഫഷനും ഒരു ഇതില് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. എനിക്ക് പിന്നെ ചെറുതല്ല, വലുതാ. എനിക്ക് ചേച്ചിയാ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചി വർക്ക് ചെയ്യുക. ചേച്ചിക്ക് ഇതേപോലെ ഇല്ല, എന്റെ കഴിവ് തന്നെ വീട്ടിൽ ധാരാളം. അത് ചേച്ചി എന്റെ കഴിവുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികപരമായും എല്ലാപരമായും. പാഷന്റെ കാര്യമാണ് പറയുന്നത്. സോ പ്രൊഫഷൻ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പ്രൊഫഷൻ എന്താണ്? എനിക്കറിയാം, നമ്മുടെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി. ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞു, BEd കഴിഞ്ഞു, സെറ്റ് പാസ്സായി. അതെന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്ന് പറയുന്നത്. അമ്മ ടീച്ചറായിരുന്നു, അപ്പം എനിക്കും അതിലോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ പിന്നെ ഹയർ സെക്കൻഡറി PSC വിളിക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് വേറെ എന്തെങ്കിലും ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ പ്രൊഫഷൻ. കുക്കു പറഞ്ഞ പ്രൊഫഷൻ രീതിയിൽ കുക്കുന് ഇത് തന്നെയാണോ ഇനി മുന്നോട്ട് ഉദ്ദേശം? അങ്ങനൊന്നും ഇല്ല. ഞാനിപ്പോ ഡിഗ്രിയാണ്, ലാസ്റ്റ് ഇയർ ആണ്. അതെ അതെ അതെ, ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുകയാണ്, 3rd ഇയർ ഇവിടെ SM കോളേജിൽ. ഞാൻ എന്റെ ഗോ വിത്ത് ഫ്ലോ അത്രേ ഉള്ളു, അല്ലാതെ എന്താണ് വാട്ട് നെക്സ്റ്റ് എന്ന് ഞാൻ സത്യം പറഞ്ഞത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, അത്രേ ഉള്ളു. ശ്രുതി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ പ്ലാനിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ്? എനിക്ക് കല്യാണം കഴിക്കണം. സത്യം പറയല്ലോ, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എന്താണ് നെക്സ്റ്റ് എനിക്ക് കല്യാണം കഴിക്കണം, അത് ഇതുപോലെ റീച്ച് ആയിട്ട് നിൽക്കുമ്പോ നമ്മൾ ഇനിയും വളരണമെന്നല്ലേ പറയുന്നത്? ഇതാണ് കല്യാണം കഴിച്ച് വളരണം. അല്ല അതല്ല, ഇല്ല എനിക്ക് ഇപ്പൊ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ അച്ഛനാണ് ഇപ്പൊ എല്ലായിടത്തും കൊണ്ടുപോണതും. ഇപ്പം എനിക്ക് പുള്ളിക്കാരനും അങ്ങനെ ചുമ്മാ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. റെസ്റ്റ് കൊടുത്തിട്ട് എനിക്കൊരു നല്ലൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. പുള്ളിക്കാരനും ആ രീതിയിൽ നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു പാർട്ട്ണർ തന്നെയാണ്. അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടാവട്ടെ. അപ്പം പുള്ളിക്കാരത്തിയുടെ ഒരു പ്ലാൻ തുടങ്ങി കഴിഞ്ഞോ? അതിന് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് കൊടുന്നു? പാർട്ട്ണർ ഉണ്ട്. പാർട്ട്ണർ ഉണ്ട്. ഇത് എല്ലാം